ഇങ്ങനെ പോയാൽ ഇന്ത്യയിൽ നിന്നും കാര്യമായി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിരിക്കും ബംഗ്ലാദേശിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. വീണ്ടും ഇയാൾ എന്നുള്ള പുറപ്പാടെന്നാണ് ഇപ്പോൾ ഇന്ത്യ ചോദിക്കുന്നത്. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് കലാപം ഇളക്കിവിടാനുള്ള ഗൂഢതന്ത്രങ്ങളാണ് ഈ മുഖ്യ ഉപദേഷ്ടാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അയാളുടെ ഇപ്പോഴത്തെ ആവശ്യം? ഇസ്കോണിനെ നിരോധിക്കണം, അതാണ് ആവശ്യം. ഇസ്കോൺ ആചാര്യന്മാരുടെ ബാങ്ക് അക്കൗണ്ട് അടക്കം മരവിപ്പിച്ച് പ്രതികാരം വീട്ടുകയാണ് ഇപ്പോൾ യൂനുസ്. ചിറ്റഗോങ് ഇടനാഴിയും വടക്കൻ ബംഗ്ലാദേശ് ഇടനാഴിയും ഒക്കെ ഓർമ്മയുണ്ടോ എന്നാണ് ന്യൂഡൽഹിക്ക് യൂനുസിനോട് തിരികെ ചോദിക്കാനുള്ളത്. ഇത് മാത്രമല്ല, ഇനിയുണ്ട് യൂനുസിന്റെ തന്ത്രങ്ങൾ വേറെ. സൈനികമായി വട്ടപൂജ്യം, എങ്കിൽ പിന്നെ ഇതിരിക്കട്ടെ എന്നാണ്. എന്താണ്? അസം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായി അടയാളപ്പെടുത്തുന്ന ഒരു വ്യാജ ഭൂപടത്തിന്റെ കവർ ചിത്രമുള്ള ആർട്ട് ഓഫ് ട്രയംഫ് യൂനുസ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ടത് ഇന്ത്യ വിരുദ്ധരായ പാകിസ്ഥാന് കൈമാറി. പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സയ്യിദ് ഷംസാദ് മിർസയ്ക്കാണ് ഈ വ്യാജ ഭൂപടം കൈമാറിയത്. പാകിസ്ഥാനിലെ ഒരു ഉന്നത സൈനിക ജനറലിന് ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ഇത്തരം ഒരു വ്യാജ ഭൂപടം കൈമാറണമെങ്കിൽ അതിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ ഏറ്റവും കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന വാദം. അതിന് ഇന്ത്യയിലെ ഈ ആസാം അടക്കമുള്ള പ്രദേശങ്ങളും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബംഗ്ലാദേശിന് പാകിസ്ഥാൻ നൽകിയ ഒരു നയതന്ത്ര സമ്മാനമായി ഇന്ത്യക്ക് ഒരിക്കലും കണക്കാക്കാനേ പറ്റില്ല. ഇതൊരു ഗൂഢാലോചനയാണെന്നാണ് ഇന്ത്യ വിലയിരുത്തിയിരിക്കുന്നത്. ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്നും കെട്ടിച്ചമച്ചാണെന്നുമാണ് ബംഗ്ലാദേശിന്റെ വിശദീകരണം. പക്ഷേ ഇന്ത്യ അതിൽ തൃപ്തരായിട്ടില്ല. ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യക്കെതിരെയുള്ള ബംഗ്ലാദേശിന്റെ നീക്കമായിട്ടാണ് ഇതിനെ വീണ്ടും കാണുന്നത്. അസം, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ആശയം ഭൂപടത്തിന്റെ രൂപത്തിലും അത് പിന്നെ യൂനുസിന്റെ അടുത്ത അനുയായിയായ നഹിദുൽ ഇസ്ലാം എക്സിലൂടെ പങ്കുവച്ചതാണ്. ഒടുവിൽ അത് വിവാദമായപ്പോൾ നഹിദുൽ എക്സിൽ നിന്നും നീക്കം ചെയ്യേണ്ട ഗതികേടിലുമായി. ഇതിനിടെയാണ് പുതിയൊരു ക്യാമ്പയിനിങ്ങിന് ബംഗ്ലാദേശിൽ യൂനുസ് തുടക്കമിട്ടിരിക്കുന്നത്. വിഷയം നമ്മുടെ ഇസ്കോൺ തന്നെ. ബംഗ്ലാദേശിലെ ഏറെ പ്രചാരമുള്ള ഹിന്ദു സംഘടനയായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇസ്കോണിന്റെ പ്രവർത്തനം നിരോധിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ധാക്കയിലും ചിറ്റഗോങ്ങിലും ഒക്കെ ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിരിക്കുന്നു. ഇസ്കോണിനെ തീവ്ര ഹിന്ദുത്വ സംഘടന എന്നാണ് ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ഹെഫാസത്ത് ഇ ഇസ്ലാം, ഇൻതിഫാദ ബംഗ്ലാദേശ് തുടങ്ങിയ അതിതീവ്ര ഭീകര ഗ്രൂപ്പുകൾ. അവരാണ് വെള്ളിയാഴ്ച ഈ ഒരു ആവശ്യവുമായി തെരുവിലിറങ്ങിയത്. യൂനുസ് നയിക്കുന്ന ബംഗ്ലാദേശിലെ സർക്കാർ ഇസ്കോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു റിട്ട് ഹർജി കോടതിയിൽ ചെന്നപ്പോൾ അതിന് മറുപടിയായി ഇസ്കോൺ മതമൗലികവാദ സംഘടന എന്നാണ് വിശേഷിപ്പിച്ചത്. അതിനുള്ള രൂക്ഷമായ പ്രതികരണം ന്യൂഡൽഹി താമസിയാതെ നൽകുമെന്നാണ് കരുതുന്നത്. അടുത്തിടെ ഇസ്കോൺ അംഗം കൃഷ്ണദാസ് പ്രഭുവിനെ ബംഗ്ലാദേശ് തടവിലാക്കിയതും ബംഗ്ലാദേശിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും ഇസ്കോൺ കേന്ദ്രങ്ങൾക്കുമെതിരെയുണ്ടായ ആക്രമണങ്ങളൊന്നും ഇന്ത്യ മറന്നിട്ടില്ല. ഇപ്പോഴോ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി ഉൾപ്പെടെ 17 ഇസ്കോൺ പ്രമുഖ അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബംഗ്ലാദേശ് മരവിപ്പിച്ചിരിക്കുന്നു. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ഇസ്കോൺ സംഘടനയും അതിന്റെ നേതൃത്വവും അതിന്റെ ആസ്ഥാനവും ഒക്കെ ബംഗ്ലാദേശ് പോലീസിന്റെ കനത്ത പരിശോധനയ്ക്ക് വിധേയമായിരുന്നു. നിരവധി കേന്ദ്രങ്ങൾ അന്ന് കലാപകാരികൾ തല്ലി തകർത്തിരുന്നു. ഇന്ത്യ വിരുദ്ധ തീവ്രവാദിയും അൽഖയ്ദയുമായി ബന്ധവുമുള്ള അൻസറുള്ള ബംഗ്ലാ ടീം മേധാവിയുമായ ജാസിമുദ്ദീൻ റഹ്മാനി അന്ന് ഇസ്കോണിനെതിരെ വ്യാപകമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇസ്കോൺ ഹിന്ദു സംഘടനയല്ലെന്നും അത് ഒരു ജൂതന്മാർ സൃഷ്ടിച്ച തീവ്രവാദ സംഘടനയെന്നുമായിരുന്നു ഒട്ടും മാച്ച് ചെയ്യാത്ത ചില ആരോപണങ്ങൾ. ഇസ്രായേലി രീതികൾ പിന്തുടർന്ന് ക്ഷേത്രങ്ങളുടെ പേരിൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് ഇപ്പോൾ ഇസ്കോൺ ചെയ്തതെന്നും അവർ ആരോപിച്ചു. പിന്നെ ഈ ബംഗ്ലാദേശിന്റെ ഇന്ത്യക്കെതിരായ ഓരോ നീക്കവും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നതിൽ ന്യൂഡൽഹിക്ക് വ്യക്തമായ മുന്നറിയിപ്പുണ്ട്. പാക് ചൈന ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് മുൻകൈ എടുത്തിരുന്ന ഈ മുഹമ്മദ് യൂനുസ് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് വീണതോടെ അധികാരം കയ്യേറി തുടങ്ങിയപ്പോഴാണ് ഇന്ത്യ വിരുദ്ധ നിലപാടിനും തുടക്കമിട്ടത്. യൂനുസിനെ തീർത്തും അവഗണിക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളെ ഇന്ത്യ തുടർച്ചയായി അങ്ങനെ അപലപിച്ചു. ഇതൊക്കെ യൂനുസിന്റെ ഈഗോ വർദ്ധിപ്പിച്ചു. യൂനുസുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് നരേന്ദ്രമോദി ഒരിക്കലും തയ്യാറായില്ല. സ്വാഭാവികമായും ഇത് ബംഗ്ലാദേശിനെ അല്ല യൂനുസിനെ ചൊടിപ്പിച്ചു. പക്ഷെ സാമ്പത്തികമായി തകർന്ന ബംഗ്ലാദേശിന് പിടിച്ചു നിൽക്കണം. അതിന് ചൈന ഒപ്പം വേണം, പാകിസ്ഥാൻ ഒപ്പം വേണം.
ഇന്ത്യ തയ്യാറായില്ലെങ്കിൽ ഇന്ത്യ ഇടഞ്ഞു നിൽക്കുന്നവരെ പ്രീണിപ്പിക്കുക എന്നൊരു ലക്ഷ്യം. പക്ഷേ ഇന്ത്യ എങ്ങനെ തിരിച്ച് പണികൊടുത്തത്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ബംഗ്ലാദേശ് ആക്സസ് ഇന്ത്യയും കട്ട് ചെയ്തു. നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും മ്യാൻമാറിലേക്കും ബംഗ്ലാദേശിൽ നിന്ന് ചരക്കുകൾ ഇന്ത്യ വഴി റോഡ് മാർഗം കയറ്റി അയക്കുന്ന ആ രീതിക്ക് ഇന്ത്യ അങ്ങനെ ഒരു അവസാനം വിട്ടു. പ്രകോപനങ്ങൾക്കുള്ള മറുപടി വാക്ചരങ്ങളായിരുന്നില്ല, ട്രാൻസ്ഷിപ്മെന്റുകൾ റദ്ദാക്കിക്കൊണ്ടായിരുന്നു, റോഡ് ഗതാഗതം അടച്ചുപൂട്ടിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി. ബംഗ്ലാദേശിന്റെ കണ്ണ് മുഴുവൻ ചിക്കൻ നെക്ക് ഇടനാഴിയാണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഭജിക്കണമെങ്കിൽ ഈ ചിക്കൻ നെക്ക് ഇടനാഴിയിൽ ബംഗ്ലാദേശിന് ആധിപത്യം ഉറപ്പിക്കാം. അങ്ങനെ പതിവായി ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് ഉയർത്തുന്ന ഭീഷണിയാണ് ഈ ചിക്കൻ നെക്ക് ഇടനാഴി. ഇന്ത്യക്ക് തന്ത്രപ്രധാനമായി വളരെ പ്രത്യേകതകളും പ്രാധാന്യമുള്ള സങ്കീർണമായ സ്ഥലം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 45 ദശലക്ഷം മനുഷ്യരുടെ ജീവനാഡിയാണ് ഈ സിലിഗുരി. പ്രകൃതി ദുരന്തം, ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൈനിക സംഘർഷം തുടങ്ങി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്ത് നിന്നും കണക്ട് ചെയ്യുന്ന ഇടനാഴി, ആ ഇടനാഴിക്ക് ഈ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താനും സാധിക്കും. ഇന്ത്യയുടെ ഭൂപടത്തിൽ വ്യക്തമായി കാണാം ആ ചിക്കൻ നെക്ക് ഇടനാഴി. അതുകൊണ്ടാണ് കരയാൽ ചുറ്റപ്പെട്ട സപ്ത സഹോദരികളെ കുറിച്ചുള്ള യുനെസ്കോയുടെ പ്രകോപനം അത് ഇന്ത്യ ചൊടിപ്പിച്ചത്. സപ്ത സഹോദരിമാർ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കടലില്ലെന്നും അങ്ങനെ സപ്ത സഹോദരിമാർ തങ്ങളുടെ ബംഗ്ലാദേശിനൊപ്പമാണെന്നുമായിരുന്നു അന്ന് യുനെസ്കോ പറഞ്ഞത്. എന്തായാലും ഇന്ത്യ ചൈന ബന്ധങ്ങൾ വളരെ മെച്ചപ്പെട്ട് വരുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ചൈനയിൽ നിന്നും ബംഗ്ലാദേശിന് വേണ്ടി ഒരു അനുകൂല നിലപാട്, ഇന്ത്യ വിരുദ്ധ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ കുറവാണെങ്കിലും ബംഗ്ലാദേശിന്റെ സഹായത്തോടെ ചൈനയ്ക്ക് വേണമെങ്കിൽ ഇന്ത്യൻ അതിർത്തികളിൽ അസ്വസ്ഥത പടർത്താം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാൻസ് ചൈന മുതലെടുക്കാതിരിക്കാൻ, ബംഗ്ലാദേശ് മുതലെടുക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ ചൈന ബന്ധം വീണ്ടും ഇപ്പോൾ അരക്കിട്ട് ഉറപ്പിക്കുന്നത്. എന്തായാലും മാസങ്ങൾക്ക് മുമ്പ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കാര്യം ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിനെ ഓർമ്മിപ്പിച്ചിരുന്നു. സിലിഗുരി ഇടനാഴിയെ ചൊല്ലി ബംഗ്ലാദേശ് ഭീഷണി ഉയർത്തുമ്പോൾ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെയും രാഷ്ട്രീയ തലസ്ഥാനത്തെ ബന്ധിപ്പിക്കുന്ന ചിറ്റഗോങ് ഇടനാഴിയും വടക്കൻ ബംഗ്ലാദേശ് ഇടനാഴിയും, അത് രണ്ടും യൂനുസിന് ഓർമ്മ വേണം. അത് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക് തിരിച്ചെടുക്കാം എന്ന മുന്നറിയിപ്പ്. അതായിരുന്നു ഇന്ത്യയുടെ ഗെയിം കാർഡ്. അതായത് ഇന്ത്യക്ക് മുന്നിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറാണ്. നഷ്ടം ബംഗ്ലാദേശിന് മാത്രമായിരിക്കില്ല, യൂനുസിന് അത് വ്യക്തിപരമായ നഷ്ടം കൂടിയായിരിക്കുമെന്ന് യൂനുസ് ഓർത്തിരിക്കണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച